ഇവിടെ നമുക്കറിയാം ഇന്നലെയാണ് മാൽപ്പയുടെ സംഘം വരുന്നത്. ഇന്നലെ 6:30 മണി വരെ കാലാവസ്ഥ അനുകൂലമായിരുന്നു. 6:30 മണി വരെ മാൽപ്പയുടെ സംഘത്തിൻ്റെ തിരച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ ഇവിടുത്തെ ബന്ധപ്പെട്ടവർ നമ്മൾ അറിയാത്തത് പാൻറ്റൂൺ ഉൾപ്പെടെ കൊണ്ടുവരും. രാജസ്ഥാനിൽ സംഘം രാത്രിയോടുകൂടി എത്തുമെന്നാണ്. പക്ഷേ രാവിലെ ചോദിച്ചപ്പോൾ പാൻറ്റൂണും കാര്യങ്ങളും എത്തിയില്ല. അത് പോസിബിൾ അല്ല എന്നുള്ള മറുപടിയാണ് ഇന്ന് രാവിലെ നമുക്ക് നൽകി. അതുപോലെ ഓരോ ഡ്രഡ്ജിങ് ഓരോ കാര്യങ്ങളും എത്തുമെന്ന് പറയുന്നതല്ലാതെ സംഭവ സ്ഥലത്ത് എത്തുന്നില്ല. അപ്പോൾ ആ ഘട്ടത്തിലൊന്നും നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോയില്ല. കാരണം നമ്മൾ കേരളത്തിൻ്റെ ഭാഗമായി ഇവിടെ വരുന്നു. അർജുന് വേണ്ടി, അർജുന് മാത്രമല്ല ഇവിടെയുള്ള അവരും നമ്മളെ പ്രിയപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് ഊർജിതമാക്കണമെന്ന ആവശ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. ഇത് പരസ്പരം തർക്കിക്കാനുള്ള ഒരു സമയമല്ല എന്ന നിലയിൽ തന്നെയാണ് നമ്മളിതിൻ്റെ പ്രവർത്തനത്തിൽ. ഇപ്പോൾ ഞാനും രാജഗോപാൽ MLA എത്തുന്നതിന് മുന്നേ ഇവിടെ മന്ത്രിമാർ വന്നിരുന്നു, MLA മാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം ഒരു കോർഡിനേഷൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നുൾപ്പെടെ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ട കേരള മുഖ്യമന്ത്രി തന്നെ കത്തയക്കുന്ന നിലയുമുണ്ടായി. അതുൾപ്പെടെ ഇന്ന് രാവിലെ ശശീന്ദ്രൻ മിശ്രയുടെ സാന്നിധ്യത്തിൽ ഇവിടുത്തെ MLA-യോടും ജില്ലാ ഭരണകൂടത്തോടും ചർച്ച ചെയ്യുകയും ഇത് ഊർജിതമാക്കണമെന്ന ആവശ്യം പറയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളോടുൾപ്പെടെ മാധ്യമങ്ങളോടുൾപ്പെടെ പറഞ്ഞ ചില അറേഞ്ച്മെൻറ്റുകൾ ഞങ്ങൾ വളരെ പെട്ടെന്ന് നടത്തും. പക്ഷേ മാൽപ്പേ സംഘം ഇന്ന് രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചതാണ്. പക്ഷേ പൊടുന്നനെ നമുക്കറിയാം ഇന്നിപ്പോൾ 3:30 എന്ന് പറയുമ്പോൾ ഞാനും ഇവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം കാലാവസ്ഥ ഇന്ന് അനുകൂലമാണ്. പുഴയിലാണെങ്കിൽ വെള്ളം ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ താണു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിൽക്കുമ്പോൾ നമ്മൾ കരുതി ഇന്നലത്തെ പോലെ തന്നെ 6:30 വരെ തിരച്ചിൽ പോകുമെന്നാണ്. ഞാനും രാജഗോപാൽ MLA-യും സ്ഥലത്തുണ്ട്. പക്ഷേ നമ്മളോട് പോലും ഒരു വർത്തമാനം പോലും പറയാതെ ഏകപക്ഷീയമായിട്ടാണ് ഇവിടുത്തെ MLA-യും DC-യും ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു രീതിയിൽ പ്രതികരിച്ചത്. ഇത് തീർച്ചയായും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അല്ല, തീർച്ചയായും ഇതിൽ നമുക്ക് പറയാനുള്ളത് ഇത് ശരിയായ തീരുമാനം എടുക്കേണ്ടത് കർണാടകമാണ്. പക്ഷേ ഇവിടെ അന്വേഷണം ഊർജിതമാക്കുകയാണ് വേണ്ടത്. അത് ഒരു ശരിയായ സമീപനത്തിലേക്കല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഫിഷറീസ് മിനിസ്റ്റർ വരുന്നുണ്ട്, അവരുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട് എന്നാണ്. ജില്ലാ കളക്ടർ നമ്മളോട് കൂടി അവിടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കാർവാറിൽ നടക്കുന്ന യോഗത്തിലെ നമ്മളോട് കൂടി ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് അവസാന തീരുമാനം എന്ന് നമുക്കറിയില്ല. കാരണം ഇന്നിപ്പോൾ നടന്നത് മുഴുവൻ നമ്മളെല്ലാ കോർഡിനേഷൻ്റെ ഭാഗമായിട്ടും കേരളത്തിലെ MLA മാരുണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ സൈറ്റിൽ ഉണ്ടായിട്ട് പോലും നമ്മളെ കൃത്യമായിട്ട് അറിയിക്കാതെ ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായും അതൊരു ഗൗരവമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ മന്ത്രിയുടെ മീറ്റിങ്ങിലേക്ക് ജില്ലാ കളക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കൂടി വരാം. പക്ഷേ എന്താണ് അവിടെ എടുക്കുന്ന തീരുമാനം എന്നറിയില്ല. പക്ഷേ ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത് തീരുമാനമെടുക്കേണ്ടത് കർണാടക സർക്കാരാണ്. പക്ഷേ അന്വേഷണം അത് വളരെ സജീവമായി തന്നെ തുടർന്ന് പോകണമെന്ന് തന്നെയാണ്. നേരത്തെ തന്നെ നമ്മൾ ഓരോന്ന് ആവശ്യപ്പെട്ടതാണ്. അന്വേഷണം ഊർജിതപ്പെടുത്തി കൊണ്ടുപോകണം. ഇപ്പോൾ പറയുന്ന താൽക്കാലികമായി 4 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് ഞാൻ പറയുന്നത് 13-ാം ദിവസമാണിന്ന്. 13-ാം ദിവസത്തേക്ക് ഈ സംവിധാനം എത്തിക്കാൻ പറ്റാതെ ഇനി 4 ദിവസം വേണം. അതുകൊണ്ട് ഞങ്ങൾ 4 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നു എന്ന് പറയുന്നത് അത് എത്ര ഗൗരവക്കുറവായ ഒരു കാര്യമായിട്ടാണ് നാം കാണേണ്ടത്. ഇത്രമാത്രം ഗൗരവമില്ലാത്ത വിധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പലപ്പോഴായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു സംവിധാനവും ഇവിടെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇത് വരും. ആ പ്രതീക്ഷയിലാണ് നമ്മൾ, ആ ഒരു കോർഡിനേഷൻ്റെ പ്രതീക്ഷയിലാണ്. ഇവിടെ ഒരു പ്രയാസം ഉണ്ടാകരുത്, ഇവർക്കെതിരായി മറ്റൊരു തരത്തിലേക്കുള്ള ചർച്ച കൊണ്ടുപോകരുത്, നമുക്ക് അർജുനെ വേണം, അതോടൊപ്പം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരന്മാരെ വേണം. അതുതന്നെയാണ് അർജുൻ്റെ കുടുംബത്തിന് വേണ്ടി. ജിതിൻ ഉൾപ്പെടെ ഇവിടെ ജിതിൻ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും ഞാൻ അത്രയും നിർബന്ധിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ, കാരണം ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇവർ മാറ്റം വരുമോ ആ രീതിയിൽ ഒരു 3 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഗൗരവമായ ഒന്ന് തന്നെയാണ്. ഇത് ഇത്തരത്തിൽ സംവദിക്കാതെ പോകാൻ പറ്റില്ല. ഇത് ഏറെ പ്രയാസകരമായ വേദനാകരമായ ഒരു സമീപനമാണ് ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് തിരുത്തുക എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഊർജിതമായ ഒരു അന്വേഷണം. ഇപ്പോൾ നമുക്ക് മിനിസ്റ്ററെ കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ പോവുകയാണ്, കാണുമെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. 4 ദിവസത്തേക്ക് നിർത്തിവെച്ച് 13 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു മിഷനറിയെ 4 ദിവസം നിർത്തിവെച്ച് എങ്ങനെ കൊണ്ടുവരാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ചിടത്താണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഇത് പൂർണ്ണമായി ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ള ആ സംശയം തന്നെയാണ് നമ്മളിലുള്ളത്. അതുകൊണ്ട് ആവശ്യം എന്നത് ഇപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നുൾപ്പെടെ കർണാടക മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതുപോലെ ഊർജിതമാക്കുക അന്വേഷണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ഇത്
സത്യസന്ധമായി പറഞ്ഞാൽ നമ്മളെ ഉൾപ്പെടെ ഒരു പറ്റിക്കുന്ന ഒരു സമീപനത്തിലേക്കാണോ പോകുന്നത് എന്നുള്ള ഒരു സംശയവും നമ്മളെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ 13 ദിവസത്തിലധികം ഇവിടെ മാധ്യമപ്രവർത്തകർ നിൽക്കുകയാണ്. പക്ഷേ പൊടുന്നനെ ബാക്കി എല്ലാത്തിലും ആലോചന നടക്കുന്നു. പൊടുന്നനെ പെട്ടെന്ന് ഇവിടുത്തെ സ്ഥലം MLA-യും അദ്ദേഹത്തിൻ്റെ സേവനത്തെയൊന്നും ഞാൻ കുറച്ച് കാണിക്കുന്നില്ല, ജില്ലാ കളക്ടറുടെ സേവനത്തെ കുറച്ച് കാണിക്കുന്നില്ല. പക്ഷേ ഇത്തരമൊരു തീരുമാനം ഇത് താൽക്കാലികമായി നിർത്തി 4 ദിവസത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അത് എവിടെയോ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമുണ്ട്. വൈകാരികമായിട്ട് പ്രതികരിച്ച് പോവുകയാണ്, വൈകാരികമായൊരു പ്രതികരണത്തിൻ്റെ തലമുണ്ട്. ജിതിൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അർജുനില്ലാതെ എങ്ങനെ കോഴിക്കോട് എന്നുള്ള ആ ഒരു പ്രയാസം നമ്മളെല്ലാം ഉണ്ട്, കേരളത്തിലെ ഓരോ മലയാളിയിലുമുണ്ട്. ഈ സമീപനം അത്യന്തം ഖേദകരമാണ്. അത് ഈ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം അത് ശരിയല്ലാത്തതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഊർജിതമാക്കുക എന്ന നമ്മുടെ ആവശ്യത്തിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും നിൽക്കുന്നത്.